എല്ലാം ചെയ്യും ജനനീതിക്കാർ ഷട്ടർ മാത്രം തുറന്നുവിടാൻ എന്തിനാണ് ഒരു വകുപ്പ് പ്രതിഷേധം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദാഹജലം മുട്ടിക്കല്ലേ പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം ബാക്കിക്കായം ഡാമിൽ നിന്ന് ഉള്ള വെള്ളം തുറന്നുവിടാൻ കുടിവെള്ളാവശ്യത്തിന് നിർമ്മിച്ച തടയണയിൽ നിന്ന് കാർഷിക ജലസേചനത്തിന് വെള്ളം തുറന്നുവിടാൻ നീക്കം. പോലീസ് സംരക്ഷണയോടെ ബാക്കിക്കായം ഷട്ടർ തുറക്കാനെത്തിയ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ തടഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് തടയണയ്ക്ക് താഴെ വരുന്ന താനൂർ, തിരൂരങ്ങാടി മണ്ഡലങ്ങളിലെ വെഞ്ചാലി, ചെറുമുക്ക്, കുണ്ടൂർ, മോരിയാക്കാപ്പ് പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഷട്ടർ തുറക്കാനെത്തിയത്. വിവരമറിഞ്ഞ് ബാക്കിക്കായത്ത് നിന്ന് വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് ജലം ശേഖരിക്കുന്ന വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഹസീന ഫസൽ, ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസുഫ് കൊടിയേങ്ങൽ, എടരിക്കോട് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ, മുൻ പ്രസിഡന്റ് ജലീൽ മണമ്മൽ, ഒതുക്കുങ്ങൽ പ്രസിഡന്റ് കടമ്പോട്ട് മൂസ ഹാജി, പറപ്പൂർ പ്രസിഡന്റ് V സലീമ ടീച്ചർ, പെരുമണ്ണ ക്ലാരി പ്രസിഡന്റ് ഷംസു പുതുമ, തെന്നല പ്രസിഡന്റ് K അബ്ദുൽ ഗഫൂർ, കണ്ണമംഗലം പ്രസിഡന്റ് UM ഹംസ, വിവിധ പഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ് അലി വലിയോറ, കുറുക്കൻ മുഹമ്മദ്, EK സൈദുബിൻ, M ആസിയ മുഹമ്മദ്, AK നഫീസ, SLEC വേങ്ങര പ്രസിഡന്റ് NT ഷെരീഫ്, പെരുമണ്ണ പ്രസിഡന്റ് പൊതുവാത്ത് മുസ്തഫ, മെമ്പർ വടേരി കരീം ഹാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. നമുക്ക് ഇന്നലെ രാവിലെയാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്. വേങ്ങര നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ 10 പഞ്ചായത്താണ് ഈ ബാക്കിക്കായം തടയണോട് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മളെ നാട്ടിലെ ഈ 10 പഞ്ചായത്തുകളെ ജനങ്ങളെ വെള്ളക്കൂടി മുട്ടിച്ചുകൊണ്ട് കൃഷിക്ക് നമ്മൾ വെള്ളം തുറന്നു കൊടുക്കുകയില്ല. ഇതിനെല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ നമ്മൾ ചെറുക്കുന്നു അറിയിച്ചുകൊണ്ട് കുടിവെള്ളം എന്നുള്ള അമൂല്യമായ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഒരു മറുപടിയും നമുക്ക് പറയാൻ കഴിയില്ല. ഇതുവരെ തുറന്നു വിട്ടാൽ ഇതിനെ ഫുൾ കപ്പാസിറ്റി 460 അത് വാട്ടർ അതോറിറ്റി പരിപൂർണമായി പാലിക്കാൻ തയ്യാറല്ല. അപ്പോൾ കൂടുതൽ വെള്ളം എടുക്കാനും വയ്യ, കുറച്ചെടുക്കാൻ വയ്യാത്ത രീതിയിലാണ് നമ്മളിവിടെ നിലപാട് തീർക്കുന്നത്. ഈ സമയത്ത് ഒരിക്കലും തുറന്നു വിടാൻ സാധ്യമല്ല എന്നാണ് അവരോട് പറയാനുള്ളത്. പിന്നെ അവരുടെ ഒരു കള്ളക്കളിയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കള്ളക്കളിയും ഇന്നലെ വെളിച്ചത്തായിട്ടുണ്ട്. ഇന്നലെ ചില വോയിസിൽ നിന്നൊക്കെ രാത്രി പാതിര നേരത്തെ തുറന്നു വിട്ടാൽ മതി, ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വോയിസുകളാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസം നമുക്ക് ഒരിക്കലില്ല. നമ്മളൊരു പ്രത്യേക വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളുടെയും ജനങ്ങൾക്കുള്ള കുടിവെള്ള പ്രശ്നം തീരുന്നത് ഈ ബാക്കിക്കായം റെഗുലേറ്റർ കൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു അസൂയ എന്ന് പറയാൻ വേണമെങ്കിൽ, അസൂയ കൊണ്ട് കൃഷിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇത് തുറന്നു വിടാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിനെ തടയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒത്തുകൂടും, ഒന്നിച്ചു നിൽക്കും എന്നുള്ള ഒരു വിവരം ഇവരെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ എല്ലാ പ്രസിഡന്റുമാരും ഇവിടെ വരാനുണ്ടായ സാഹചര്യം, നിലവിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇവിടുന്ന് വെള്ളം ഇവിടെ ഇപ്പോൾ ഉള്ളതുപോലെ ഉണ്ടായിട്ട് തന്നെ 15 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വീടുകൾക്ക് ലഭിക്കുന്നത്. വളരെ പ്രയാസമാണ് ഈ നോമ്പ് കാലത്തൊക്കെ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം. അതിനിടയിലാണ് ഇപ്പോൾ അറിഞ്ഞത് നമ്മളെ ബാക്കിക്കായത്തിൽ നിന്നും കൃഷി ആവശ്യത്തിനുള്ള വെള്ളം തുറന്നു വിടുക എന്നുള്ള ഒരു കാര്യം അറിയാൻ സാധിക്കും. ഈ ഒരു കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഏത് രീതിയിലും ഇതിനെ ഞങ്ങൾ തടുക്കും. കാരണം ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജനങ്ങളുടെ കുടിവെള്ളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ലെവലിൽ വെള്ളം നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇന്നിവിടെ 10 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 50,000 കുടുംബങ്ങൾക്ക് ഇത് മൂലം വളരെ പ്രയാസം അനുഭവിക്കും. പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ ഇവിടെ വന്നിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ പഞ്ചായത്ത് 10ഓളം പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ കുടിക്കുന്ന വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുകയും ഈ ഏപ്രിൽ, മെയ് മാസം, മാർച്ച് അടക്കമുള്ള സമയങ്ങളിൽ ഈ പഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്നത് ഈ പുഴയുടെ തീരത്ത് നിൽക്കുന്ന ജലനിധി പദ്ധതികളെയാണ്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാർ വരുന്നതെങ്കിൽ ജീവൻ കൊടുത്തും അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുള്ളത്. പോലെ പരിസരങ്ങളിലുള്ള 50,000-ൽ പരം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ളത്തിന്റെ ഏക സ്രോതസ്സാണ് ഇത്. ഇവിടെ അശാസ്ത്രീയമായ രീതിയിൽ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ ഈ അനാസ്ഥ അവസാനിപ്പിക്കണം. കഴിഞ്ഞ വർഷവും മുൻ വർഷങ്ങളിലൊക്കെ ഇതേപോലെ നമ്മൾ ഒത്തുകൂടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൃഷിയുടെ പേര് പറഞ്ഞുകൊണ്ട്
കുടിവെള്ളം മുട്ടിക്കുന്ന ഈ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്കൊക്കെ അറിയാം 50,000 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ചില്ലറയല്ല. ഈ പരിസരത്തുള്ള ഏക ആശ്രയമാണ്. ഇവിടെ ഈ ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാർ സൂചിപ്പിക്കപ്പെട്ട പോലെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. ഷട്ടർ 20 സെന്റിമീറ്റർ പൊക്കി വെള്ളം തുറന്നുവിടാനാണ് ജലവകുപ്പ് AXE-PP ശൈലിമോൻ, AE-മാരായ UV ഷാജി, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. വെള്ളം തുറന്നുവിടുന്നത് വേങ്ങര, കണ്ണമംഗലം, പറപ്പൂർ, ഊരകം, ഒതുക്കുങ്ങൽ, എടരിക്കോട്, പെരുമണ്ണ, ക്ലാരി, തെന്നല, ഒഴൂർ പഞ്ചായത്തുകളിലെ വിവിധ കുടിവെള്ള പദ്ധതിക്ക് ജലം ശേഖരിക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുമെന്ന് ജലപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. 1,00,000-ലധികം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ബാക്കിക്കയത്ത് തടയണ കെട്ടിയത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അവ പരിഹരിക്കാനല്ലാതെ കാർഷിക ജലസേചനത്തിന് ഇവിടെ നിന്ന് തടയണ പൊക്കി ജലം തുറന്നുവിടാൻ അനുവദിക്കുന്നില്ലെന്നും ജനപ്രതിനിധികൾ നിലപാട് സ്വീകരിച്ചു. ബാക്കിക്കയം തടയണയിൽ ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷി 4.6 മീറ്ററാണ്. തൊട്ടടുത്തുള്ള വാളക്കുളം പാടത്ത് കൃഷി വിളവെടുപ്പ് നടക്കാത്തതിനാൽ ഇത് 3.8 മീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ നിന്നും 20 സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തി ജലം താഴേക്ക് തുറന്നുവിട്ടാൽ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുകയും 7 കിലോമീറ്റർ ദൂരെയുള്ള കല്ലക്കയം പമ്പ് ഹൗസിൽ നിന്ന് ജലം ശേഖരിക്കുന്ന വേങ്ങര MultiGP, കണ്ണമംഗലം കുടിവെള്ളം പദ്ധതി എന്നിവകളെ സാരമായി ബാധിക്കുമെന്നും പമ്പിങ്ങിനാവശ്യമായ ജലം ലഭിക്കാതെ വരുമെന്നും ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. കൃഷിക്കാർക്ക് വേണ്ടി വെള്ളം തുറന്നുവിടണം എന്നുള്ള ആവശ്യവുമായി ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സാധാരണ ഒരു സംഭവങ്ങൾ ഉണ്ടായി വരുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ടുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃഷിക്കാർക്ക് വെള്ളം കൊടുക്കുന്നതിനോ ഒരിക്കലും നമ്മളെതിരല്ല. ഈ റെഗുലേറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 മീറ്ററും 60 സെന്റിമീറ്ററുമാണ്. വെള്ളം താങ്ങി നിർത്തുന്നതിന് വേണ്ടി നമ്മൾ റെഗുലേറ്ററിന്റെ കപ്പാസിറ്റി വെച്ചിട്ടുള്ളത്. പക്ഷേ റെഗുലേറ്ററിന്റെ അവസ്ഥാവിശേഷവും താഴത്തെയും മുകളിലെയും ഒക്കെ കൃഷിക്കാരുടെയും കർഷകരുടെയും ഒക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ 380-ലാണ് ഇതിന് വെള്ളം പിടിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഇറിഗേഷന്റെയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ ആളുകൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്കറിയുന്നതാണ്, ഇവിടെ ഒരു പദ്ധതി കൊണ്ടുവന്നതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് ഇറിഗേഷൻ വകുപ്പ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് സംഭരിക്കാവുന്നതിന്റെ പരമാവധി വെള്ളം സംഭരിച്ചാൽ കിഴക്ക് ഭാഗത്തുള്ള കർഷകർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞ് സംഭരണിയിൽ വെള്ളം സംഭരിക്കുന്നതിന്റെ അളവ് ഏതാണ്ട് 80 സെന്റിമീറ്റർ കുറച്ചാണ് നമ്മൾ സംഭരിക്കുന്നത്. അങ്ങനെ സംഭരിച്ചു നിർത്തിയ വെള്ളമാണ് വേനൽ കടുക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള കർഷകരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുറന്നു വിടാൻ വേണ്ടി പറയുന്നത്. അപ്പൊ റെഗുലേറ്റർ നിർമ്മിച്ചതിന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം പരിഗണിക്കാതെ പോകുന്നു എന്നുള്ള ഈ വൈരുദ്ധ്യം മനസ്സിലാക്കിക്കൊണ്ട് അതായത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരമാവധി കുറച്ച് അല്ലെങ്കിൽ അതിന് മറ്റു പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് കുടിവെള്ള വിതരണത്തിനുള്ള മുൻഗണന നൽകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. 2019 കാലഘട്ടങ്ങളിലെ നമ്മുടെ ചുറ്റുഭാഗം മുഴുവൻ ലോറികളിൽ വെള്ളം കൊണ്ടുവന്നൊരവസ്ഥ നമ്മൾ വളരെ ദയനീയമായി കണ്ടിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ അതിൽ വളരെ വിഷമ അനുഭവിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് കുടിവെള്ളം എന്ന സംഭവം ലോറിയിൽ എത്തിച്ചിരുന്നത്. എന്നാലും തല്ലും പിടിയും തീരാത്ത പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നത്തിന് ബഹുമാന്യനായ അന്നത്തെ 2 മന്ത്രിമാര്, നമ്മുടെ അബ്ദുറബ്ബ് സാഹിബും അതുപോലെ തന്നെ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും വളരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ അവര് ബന്ധപ്പെട്ട് അതിന് ഗൗരവം കണക്കാക്കി 2 പേരും ചേർന്ന് ഈ തടയണക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഈ തടയണ ഇവിടെ വരികയും ചെയ്തു. ആ തടയണ കൊണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകള്, ലക്ഷക്കണക്കിന് കുടുംബങ്ങള് കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ച ദിവസമായിട്ട് പോലും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇവിടെ എത്തിയിട്ടുള്ളത്. അവരൊറ്റയ്ക്കല്ല, പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അറിയിക്കുകയും ഈ പ്രതിഷേധ സംഗമത്തിൽ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്, ഞങ്ങൾക്ക് രാവും പകലുമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ മുസ്തഫ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ തുറന്നുവിടാനുള്ള ശ്രമം ഏത് നിലക്കും ഞങ്ങൾ തടയും, ഏത് സമരമുഖവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നടപടിയുമായി ഇറിഗേഷൻ വകുപ്പ് മുന്നോട്ട് പോകുകയാണ് എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്.
ഏതറ്റം വരെ പോയിക്കൊണ്ടും ഈ നടപടി തടയാൻ വേണ്ടി പഞ്ചായത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലെ ഏത് സമരത്തിനും ഉള്ളൂർ പഞ്ചായത്തിലെയും ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പങ്കാളിത്തം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ഷട്ടർ തുറക്കാനാവാതെ ജലവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയുണ്ടായത്. ബുധനാഴ്ച വേങ്ങര, തിരൂരങ്ങാടി MLA-മാരുടെ പ്രതിനിധികളും വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കർഷകരും കുടിവെള്ള പദ്ധതി കമ്മിറ്റികളുടെയും സംയുക്ത യോഗം വിളിച്ചു വിഷയം ചർച്ച ചെയ്യുമെന്നും ജലവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല. യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഈസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററിനേക്കാൾ 10 മടങ്ങ് ആയുസ്സും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല. മാത്രമല്ല, പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാമെന്നത് മറ്റൊരു പ്രത്യേകതയുമാണ്. ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു. ഇതിൽ പ്ലാസ്റ്റിക്, ഫുഡ് വേസ്റ്റ്, നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ്. സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ടപിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റിപ്പിടിച്ചിരിക്കില്ല. കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ, ഓഡിറ്റോറിയം, ആശുപത്രികൾ, ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് 100% അനുയോജ്യമായതാണ് ഈസി വേസ്റ്റ് ഇൻസിനറേറ്ററുകൾ. അയൺ ടെക് സൊല്യൂഷൻസ്, വെങ്ങര, മലപ്പുറം. കോൺടാക്ട് 9947371968 9656371968.